In the logic channel, we will discuss your life. ഒരു കോടിയുടെ ഒരു സമ്പാദ്യം നേടിയെടുക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാലോ, ഒരു കോടിയുടെ സമ്പാദ്യം ഒന്നും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്താൽ മാത്രമേ ഒരു കോടിയുടെ സമ്പാദ്യം എന്നൊരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കുക. ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഇന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കാനുള്ള ഒരു മെയിൻ ഫാക്ടർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്നൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നത്. അല്ലാണ്ട് അവർ ഹൈ സാലറി ഏൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വെൽത്തി ഫാമിലിയിൽ ജനിച്ചുകൊണ്ടോ മാത്രമല്ല, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്ട്രോങ് ആയതുകൊണ്ടും അവർ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നത്. സോ ഒരു സാധാരണക്കാരനും അവരുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. സോ അതിന് നിങ്ങൾ ഫാക്ടർ നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്ട്രോങ് ആയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടൊരു പൊസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോടിയുടെ സമ്പാദ്യം നിങ്ങൾക്ക് ലൈഫിൽ നേടിയെടുക്കാനും സാധിക്കും. സോ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തംബ്നെയിലിൽ കണ്ട ടൈറ്റിലാണ്. അതായത് ദിവസം 100 രൂപ മാറ്റി വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു കോടിയുടെ ഒരു സമ്പാദ്യം നേടിയെടുക്കാൻ സാധിക്കും, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദിവസം 100 രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം 3000 രൂപ. അപ്പം സാധാരണക്കാരനായ ആർക്കും ദിവസം ഒരു 100 രൂപ മാറ്റി വെക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ അനാവശ്യമായിട്ട് ഒരുപാട് ചിലവുകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. ആ ചിലവുകളൊക്കെ നിങ്ങളൊന്ന് കുറച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസം 100 രൂപ വെച്ച് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ എന്തുകൊണ്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ദിവസം 100 രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ മാസം നിങ്ങൾക്ക് 3000 രൂപ ഒരു സേവിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മാസം 3000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി മുന്നോട്ടുള്ള 30 വർഷത്തേക്ക് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കോടി രൂപ സമ്പാദ്യം നേടിയെടുക്കാൻ സാധിക്കും. ഒരു സാധാരണക്കാരനോട് ഒരിക്കലും ഹൈ റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒരു മോഡറേറ്റ് റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന റിസ്ക് വളരെ കൂടുതലാണ്. സോ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാസം 3000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കൊരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നോക്കാം, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ വർക്കിംഗ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ ചൂസ് ചെയ്തേക്കുന്ന ഫണ്ട് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ ആണ്. സോ ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ 3000 രൂപ വെച്ച് മന്ത്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ SIP എമൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതായത് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് 3000 രൂപയാണ്. അപ്പോൾ 3000 രൂപ വെച്ചിട്ട് നിങ്ങളൊരു 26 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ 26 വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത് വരുന്നത് 9,36,000 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ബട്ട് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2,78,18,150 രൂപയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എത്രയെന്ന് വെച്ചാൽ 2,68,82,150 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണാം, ഇതിൻ്റെ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് 21.19% ആണ് ഇതിൻ്റെ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത്. സോ മ്യൂച്വൽ ഫണ്ട്സിൽ 20% കൂടുതലും റിട്ടേൺസ് തരുന്ന ഫണ്ട്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബട്ട് എല്ലാ ഫണ്ട്സിനും ഈ ഒരു പെർഫോമൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ നമുക്ക് നോക്കാം, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 8 മുതൽ നിങ്ങൾക്കൊരു 15% നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മാസം 3000 രൂപ വെച്ച് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മുതൽ 15% വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ 20% മുകളിലും നമുക്ക് റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്.
ബട്ട് നമ്മൾ 20%-ലേക്കൊന്നും പോകുന്നില്ല. ഒരു 8 മുതൽ 15% തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 8% വെച്ചിട്ടാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ 40,78,195 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഒരു മിനിമം ആയിട്ടുള്ളൊരു എമൗണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു 12% നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ എമൗണ്ട് വരുന്നത് 86,87,976 രൂപ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു 15% റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,56,50,825 രൂപ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 8 മുതൽ 15% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് ലോങ് ടേമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലോങ് ടേമിലേക്ക് നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.